മകൻ കൂടിയാണ്. അപ്പോൾ തികച്ചും DMKയ്ക്കും തമിഴ്നാടിനൊട്ടാകെയും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് ഉദയകുമാർ ചെയ്തത്. ഇപ്പോൾ ഉദയകുമാറിന്റെ ലോഗോ അന്താരാഷ്ട്ര വിനിമയങ്ങളിലൊക്കെ ഇപ്പോൾ ആ ചിഹ്നം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ചിഹ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയുടെ ഡോളർ പോലെ തന്നെ. അപ്പോൾ ഈ ചിഹ്നത്തെ മാറ്റിക്കൊണ്ട് തമിഴ്നാട്ടിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് വേറെ ഏതോ ഒരു ചിഹ്നം കൊടുത്ത് അത് തമിഴാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേറൊരു ചിഹ്നം കൊടുക്കുമ്പോൾ അത് വെറും ഒരു ചിഹ്നം മാറ്റലല്ല, യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന്റെ അഖണ്ഡതയെയും രാജ്യത്തിന്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറുകയാണ്. ഒരാവശ്യവുമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ DMK ചെയ്തത്. ഇത് വളരെ ഗുരുതരവുമാണ്. കാരണം ഇതൊരു പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കലോ അല്ലെങ്കിൽ ഒരു പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന പ്രസംഗമോ ഒന്നുമല്ല. സംസ്ഥാനത്തിന്റെ ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഭരണഘടനാപരമായ ഒരു കർത്തവ്യം നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു വൃത്തികേട് ഇവർ ചെയ്തത്. തീർച്ചയായിട്ടും അത് അപലപിക്കുക മാത്രമല്ല, അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതാണ്. വിഘടനവാദം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 1963 വരെ ദ്രാവിഡ നാട് എന്ന വാദം വളരെ ശക്തമായി നിലനിന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിന് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു വലിയ വലിയ പങ്കാണുള്ളത്. അത് സുബ്രഹ്മണ്യ ഭാരതിയിലോ മുത്തുലിംഗ തേവരിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. അങ്ങനെ മഹാന്മാരായ നിരവധി ആൾക്കാർ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ധീരന്മാരായി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്, ജയിലുകളിൽ